ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സൺഡേ വ്ലോഗാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഏകദേശം ഒരു 8 മണി 9 ആയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി ഫേസ് വാഷും പല്ല് തേക്കാനൊക്കെ കയറിയിരിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നത്, കുറച്ചധികം കാര്യങ്ങളൊക്കെ നടന്നു. പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ ഞാൻ എടുത്തു, അത് നിങ്ങൾക്ക് വഴിയേ കാണാം. ഫുൾ വ്ലോഗ് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ പല്ല് തേക്കാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രിക് ബ്രഷാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ചാർജിങ് കേബിൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എവിടെയാണ് കൊണ്ടുവച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കണം അവിടെ എങ്ങാനും കൊണ്ടുവച്ചിട്ടുണ്ടോയെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് തേക്കട ഗൈസ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ എം കഫേൻ്റെ ഒരു ഫേസ് വാഷാണ്. കോഫി ഫേസ് വാഷാണ്. രാവിലെ തന്നെ നാക്കുളുക്കണു. ഓക്കെ, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്കത് അത്ര ഞാൻ അതിൻ്റെ വലിയ ഫാനായിട്ടില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സംഭവം. പിന്നെ അപ്പം ഞാൻ അത് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് വെള്ളം കുടിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ടീ കോഫി പേഴ്സണൊന്നുമല്ല, ഞാൻ വെള്ളമാണ് രാവിലെ തന്നെ കുടിക്കുന്നത്. കാരണം എനിക്ക് ടീയും കോഫിയൊന്നും ഞാൻ കുടിക്കില്ല. അപ്പോൾ വെള്ളം കുടിക്കാതിരുന്നാൽ എനിക്ക് തലയ്ക്ക് എന്തോ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യും, തലയ്ക്കൊക്കെ എന്തൊക്കെയോ പോലെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു സിപ്പ് വാട്ടറെങ്കിലും ഞാൻ കുടിച്ചിരിക്കും. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് എപ്പോഴത്തെയും പോലെ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ്സും ഒക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം എടുക്കുകയാണ്. പിന്നെ കഴുകാൻ അല്ലാതെ തന്നെ ഒരു കൊട്ട തുണി എനിക്ക് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഞാൻ പെറക്കിക്കൊണ്ട് പോവാണ്. നമുക്കിനി വാഷിംഗ് മെഷീനിലിട്ടിട്ട് അത് കഴുകി എടുക്കണം. എനിക്ക് കൂടുതലും ഈ ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സസാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങും, ജസ്റ്റ് ഒന്ന് കാറ്റ് വീശിയാൽ മതി ഉണങ്ങും. എനിക്ക് ആക്ച്വലി ഈ അയൺ ചെയ്യാനുള്ള മടിയും പിന്നെ ഈ കഴുകി ഉണക്കിയെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ കൂടുതലും ആ ടൈപ്പ് ഡ്രസ്സസ് വാങ്ങാറുള്ളത് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കും, നിനക്ക് കുറേ വലയുണ്ടല്ലോ എന്തോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടവുമാണ്. പിന്നെ ഇങ്ങനത്തെ 2 അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം തുണി അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ ചിയാസിൻ്റെ വെള്ളം കുടിച്ചേ. ലെറ്റ്സ് പുട്ട് സം കോഫി സ്ക്രബ് ഗൈസ്. കോഫി മാസ്ക് ഒന്നുമില്ല, കോഫി പൗഡർ മാത്രം കേട്ടോ. അപ്പം ഞാൻ തുണി അലക്കായിട്ടു. ആ ടൈമിൽ ഞാനൊരു കോഫി സ്ക്രബും പിന്നെ സ്ക്രബെന്ന് കോഫി മാസ്കും പിന്നെ ഒരു ബുക്ക് വായിച്ച് വെക്കണം. ഒരു വർഷത്തോളം അതെൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടൈം കിട്ടിയിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവുമല്ലോ ആ ബുക്കും തീർക്കണം എന്നുള്ളത്. അപ്പോൾ അതോർത്ത് ഇന്ന് അതെന്തായാലും തീർക്കാമെന്ന്. അപ്പോൾ അതും ഞാൻ ഓർത്ത് ആ ഒരു ടൈമിൽ ബുക്കും വായിക്കാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ തന്നെയാണ് ഞാനിങ്ങനെ ടിന്നിലാക്കി വെച്ചത് കേട്ടോ. ഒരു മഞ്ഞ കളറുള്ളത് ആക്ച്വലി മുമ്പ് ഇത് മഞ്ഞൾപ്പൊടി ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ജസ്റ്റ് ഒരു വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ അത്രേ ഉള്ളൂ. അപ്പം നമുക്കിടാം. കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ടാൻ റിമൂവലിനൊക്കെ ഒരു ബെസ്റ്റ് റെമഡിയാണ്. ഇതിൻ്റെ അകത്ത് ചിലവർ അലോവേര ജെല്ല്, വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ച് ചേർത്തിടാറുണ്ട്. ഞാനിപ്പോൾ വെറുതെ കോഫി പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് മുഖത്ത് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനത് എന്തായാലും അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ ഈ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ കയ്യിൽ ബുക്ക് ഇരിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ വായിക്കണം ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഇതുവരെ കംപ്ലീറ്റ് ആക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോഫി പൗഡറിൻ്റെ അകത്ത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഓർത്തു നമ്മുടെ ചാർക്കോൾ ഫേസ് മാസ്കിലാണ്, നമുക്ക് കുറേ ആയിട്ടുണ്ട്, നമുക്ക് ഇട്ടാലോ കേട്ടോ. സംഭവം പക്ഷേ ഫുൾ ഫേസിലിടുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ കുറച്ച് ഏരിയ മാത്രം മിക്കവാറും ഞാൻ ഇട്ടിട്ട് ലാസ്റ്റ് എല്ലാം ഇടും. എൻ്റെ സംഭവം വെച്ചിട്ട് അങ്ങനെയാണ്. ഇത് ഡ്രൈ ആവുന്ന ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. ഞാനിത് ഗുഡ് വൈബ്സിൻ്റെ കുറേ വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തൊരു സാധനമാണ്. നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ട് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പീപ്സ്, ഇട്ടിട്ട് വരുമ്പോൾ ഞാൻ ഫുൾ മുഖത്ത് ഇത് ഇടാറുണ്ട്. അപ്പം ഇങ്ങനെയായി. ഇത് പക്ഷെ നല്ല ടൈം എടുക്കും കേട്ടോ ഉണങ്ങാനായിട്ട്. നല്ല ടൈം എടുക്കും ഉണങ്ങാൻ, പക്ഷെ നല്ല റിസൾട്ടും തരും. അപ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ബെഡിൻ്റെയും അവസ്ഥകൾ. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ എനിക്കെന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പം എനിക്കിതൊരു ക്ലീനിങ് ഒരു തെറാപ്പി ആയിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ അത്ര ക്ലീനിങ് ഒന്നും ഇല്ല. പക്ഷേ ക്ലീൻ ചെയ്ത് തുടങ്ങി ഞാൻ ഫുൾ ക്ലീൻ ആക്കും. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോഴത്തേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 അവറിനുള്ളിൽ ഇത് ഉണങ്ങി. അപ്പം എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു.
ഞാൻ ഇത് ഫുൾ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഇളക്കുമ്പോൾ നല്ല വേദനയാണ്. എപ്പോഴും നമ്മൾ അപ്വേർഡ് വേണം ഇളക്കിയെടുക്കാൻ. ഓക്കെ, മാസ്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ വ്രിങ്കിൾസ് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇളക്കിയെടുത്തപ്പോൾ നമുക്ക് ആ ഷീറ്റ്സിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സ്. എനിക്ക് കൂടുതലും വൈറ്റ് ഹെഡ്സ് ഉള്ളത്, അതൊക്കെ ഇളകി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ വാട്ടറിൽ ഞാൻ മുഖം കഴുകി. ഇനി ഞാനൊരു മോയ്സ്ചറൈസർ ഇടണം. ഞാനിപ്പോൾ ഇവിടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്, ഡേഗയുടെ അലോവേര ജെൽ. ഞാനിത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ, കാരണം ഇപ്പം നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നല്ലോണം നമ്മൾ ഈ ഒരു അലോവേര ജെൽ ഇടാമെങ്കിൽ അത് സെറ്റായിട്ടിരുന്നോളൂ. അപ്പം ഞാനത് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്, എൻ്റെ നാക്കൊന്നും തിരിയണില്ല. നാക്ക് പഠിക്കാഞ്ഞിട്ടാണെന്ന് ഉള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നല്ലതുപോലെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് മുടി പോയി വെട്ടിക്കളയാം. അപ്പോൾ എനിക്ക് ലെങ്ത് ഉണ്ട്, പക്ഷെ ഉള്ളില്ല, പിന്നെ ഒതുങ്ങിയിരിക്കുന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഒന്ന് പെട്ടെന്ന് പോയി മുടി വെട്ടാവുന്ന. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് പോയി. അപ്പം തന്നെ ഒരു 12 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ വിട്ടു റൂട്ട്സിലോട്ടാണ്. ഇവിടുന്ന് തന്നെയായിരുന്നു ഞാൻ എൻ്റെ ബൊട്ടോക്സും ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ആക്ച്വലി ഞാൻ ഫേസ് ഫ്രെയിമിംഗ് ആണ് പുള്ളിയോട് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു മുടിയുടെ ലെങ്തും കുറച്ചോളാൻ പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. ബൊട്ടോക്സ് ഹെയർ ആയതുകൊണ്ട് എല്ലാ ഹെയർ സ്റ്റൈലും സ്യൂട്ട് ആവില്ല, നമുക്ക് ലെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൊട്ടോക്സ് എൻ്റെ ഇതുവരെ മുടിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പുറകിൽ സോഫ്റ്റ് യൂവും ഫ്രണ്ടിൽ ഫേസ് ഫ്രെയിമിങ്ങും ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ വീട്ടിലൊന്നും പറയാതാണ് കേട്ടോ, പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. ഞാൻ പോയി വിളിച്ചു ചോദിച്ചു, അപ്പോയിൻമെൻറ്റ് വേണ്ട വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ചെന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെന്നു. 12 മണി 11:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ലുക്ക് എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ലെങ്ത് വെക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടി എനിക്കൊന്ന് ഇത്രയായിട്ടുള്ളത് ഞാൻ 4th എന്തോ പഠിച്ചപ്പോഴാണ്. പിന്നെ ഈ ലെങ്ത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഈ ടിപ്സ് എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ റൂട്ട്സിലാണ് പോയത് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ ഫെയർ കഴിഞ്ഞിട്ട് പിന്നെ റൂട്ട്സിലാണ് പോകാറ്. ഫെയറിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, പക്ഷേ റൂട്ട്സിലെ സർവീസും അവരെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റൂട്ട്സിൽ പോയിട്ടാണ് വെട്ടിയത്. ഫേസ് ഫ്രെയിമിങ്ങും പിന്നെ ഒരു സോഫ്റ്റ് യു ആണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എത്ര വർഷമായിട്ടും ഞാൻ ഇത്രയും ഷോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ ഹെയർ ലോങ് ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പം അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ വ്ലോഗ് കാണുമ്പോൾ എന്തായാലും അമ്മ ദേഷ്യപ്പെടുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെടില്ല, കാരണം അമ്മ ഒരു ലോങ് ഹെയർ ഫാൻ ഗേളാണ്. അമ്മയ്ക്ക് ലോങ് ആണുള്ളത്. പക്ഷെ എനിക്ക് അത്ര ലോങ് ഹെയറിനോട് അത്ര താല്പര്യമില്ല. ഹെയറിനോടെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഹെയർ കട്ട് ചെയ്യാം, ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ പോയി ചെയ്തു. എനിക്ക് ഹെയർ കട്ട് ചെയ്യുമ്പം ഭയങ്കര റിലാക്സേഷനും സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ട് ടു കമൻറ്റ് ബിലോ. എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഭയങ്കര സെഡായിട്ട് ഭയങ്കര വിഷമത്തിലും ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പോയി ഹെയർ കട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു സമാധാനം സന്തോഷം വരും. ആ ഒരു ടൈപ്പ് ഗേളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇത് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ കട്ട്? നല്ലോണം ഷോർട്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അതിനോട് ഞാൻ പറഞ്ഞപ്പോൾ പറയാം അത്ര വലിയ ചേഞ്ച് നമുക്ക് തോന്നുന്നില്ല, പക്ഷേ നല്ലതുപോലെ ഹെയർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാമോ? കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബാക്ക് ടു ഞാൻ ക്ലീനിങ്ങിലേക്ക് കഴിഞ്ഞു. ആക്ച്വലി ക്ലീനിങ് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ചു വന്നു. ഞാൻ പുതിയൊരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുകയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, കൂടുതലും ഞാനിങ്ങനെ വീഡിയോസ് പ്ലേ ചെയ്യുന്നപ്പോൾ ഉപ്പും മുളകാന്ന് തോന്നുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി. ആക്ച്വലി നമ്മൾ വീക്ക്ലി ബെഡ്ഷീറ്റ്സ് ഒക്കെ മാറ്റണം, അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫേസിനും ഒക്കെ സ്കിന്നിലൊക്കെ നല്ലതായിരിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ബെഡ്ഷീറ്റ്സ് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനിങ്ങനെ മാറ്റാറുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 2 എണ്ണം വയ്ക്കും റിപ്പീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരെണ്ണം ഇടുമ്പോൾ തന്നെ ഉണങ്ങി അന്ന് തന്നെ കിട്ടുമായിരിക്കുമല്ലോ, അപ്പം തന്നെ അതെടുത്തിടും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീക്കിലേക്ക് വേണ്ട ഡ്രസ്സസ് എടുത്ത് വെക്കുകയാണ്. എനിക്ക് പണ്ട് ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 1 വീക്കിലേക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ദിവസം എടുക്കാം. പക്ഷേ ഇപ്പം കുറേ ആയിട്ട് ആ ഒരു ശീലമേ ഇല്ലായിരുന്നു. അപ്പം ഞാനത് ബാക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഈ വീക്കിലേക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ഒന്ന് തൂത്താൽ മതി. അപ്പോൾ ഞാൻ കുറേ ടിഷ്യൂസും പിന്നെ എനിക്ക് ഡേറ്റ് കഴിഞ്ഞ കുറച്ച് പൗഡറൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞു. എനിക്ക് തോന്നി ആ പൗഡർ യൂസ് ചെയ്യുമ്പോഴായിരുന്നു എൻ്റെ മുഖത്ത് ഈ കുരുക്കളും പിന്നെ ഫേസ് വാഷിൻ്റെ എഫക്റ്റ് എല്ലാം കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് തല കുളിക്കേണ്ട, അത് വേറൊരു കാര്യം. കാരണം ഓൾറെഡി നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് മുടി സെറ്റായിട്ടിരിക്കുകയാണല്ലോ, ലാഭിച്ചു ഞാനവിടെ. അപ്പോഴത്തേക്ക് ഏകദേശം 2 മണി 3 മണി ആയിട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മടിയാണ്, ഞാൻ ഓർത്തു അവിടെ സ്വീറ്റ് പൊട്ടേറ്റോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റോയ്ക്ക് നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു.
ആർക്കൊക്കെ ഇത് ഇഷ്ടമാണ് ആക്ച്വലി. എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ആ ഒരു സ്വീറ്റ്നെസ് എനിക്ക് മാത്രമായിട്ട് കഴിക്കാൻ രസമില്ല. അപ്പോൾ ഞാൻ ഈ മുളക് ചമ്മന്തി കാന്താരി ഉണ്ടായിരുന്നെങ്കിൽ കിടക്കിയാണ്, പക്ഷെ കാന്താരി നമുക്ക് കിട്ടാൻ വഴിയില്ല. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന നോർമൽ പച്ചമുളക് എടുത്തു. ഒന്നുമില്ല, ജസ്റ്റ് കുക്കറിൽ വെള്ളം നിറയ്ക്കുക. ഈ ഒരു കിഴങ്ങ് മുങ്ങി കിടക്കേണ്ട രീതിക്കാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. ഒരു കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഞാൻ വെറുതെ ഒരു രസത്തിന് ഇട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതെന്തായാലും മഞ്ഞ കളറാണ് ഉള്ളിൽ, പുറത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇതിൻ്റെ ഒരു കവറിങ് എന്തായാലും റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 4 വിസിലെങ്കിലും വേണം കേട്ടോ. അമ്മ 2 വിസിൽ മതി എന്ന് പറഞ്ഞു, പക്ഷെ 2 വിസിലെടുത്ത് നോക്കിയിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3ാമത്തെ വിസിലടിച്ച് നോക്കി, എന്നിട്ട് വെന്തില്ല. പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഞാൻ ഉള്ളത് വെച്ചിട്ട് കഴിച്ചു. അപ്പം നമ്മൾ ഞാൻ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഈ സംഭവം കഴുകണം, കാരണം ഇതിൻ്റെ പുറത്ത് മണ്ണുണ്ടാവും. അപ്പം മണ്ണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ മണ്ണ് കടിക്കും. അപ്പം നമ്മൾ അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഈ കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കളഞ്ഞില്ല, വെന്തിട്ട് കളയാമെന്ന് വിചാരിച്ചത്, അത് നമുക്ക് എളുപ്പമാണല്ലോ. അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു 3 വിസിലിനുള്ളിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ റെഡിയാകും. പിന്നെ ഞാൻ സൈഡിൽ കൂടെ മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇങ്ങനെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഉള്ളിൽ കുറച്ചുകൂടെ വേവാനുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കളറ്. അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ തുടങ്ങി. വെന്തിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും നോക്കില്ല. അതിന് ചുറ്റുമുള്ളത് വെന്ത ഭാഗം മാത്രം ഞാൻ കഴിച്ചിട്ട്. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഞാനിത് വിട്ടുപോയി, ഇത് വിട്ടിരിക്കുന്നുള്ള കാര്യം. പക്ഷേ ആക്ച്വലി സ്വീറ്റ് പൊട്ടറ്റോ നല്ല സോഴ്സ് ഓഫ് മഗ്നീഷ്യം, പ്രോട്ടീൻ, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇടയ്ക്ക് റീൽ കണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സോഴ്സ് ഓഫ് എനർജിയാണ് ആക്ച്വലി ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കാണാണ് കേട്ടോ. എനിക്കിൻ്റെ പേര് ഓർമ്മയില്ല. നിത്യമേനോനൊക്കെയുള്ള നിത്യമേനോൻ എന്നല്ലേ പുള്ളിക്കാരുടെ പേര്, ഉള്ളൊരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞ് താഴെ പോയി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പ് വാങ്ങാനാണ്. ഇത് മീഷോന്ന് വാങ്ങിയൊരു ടോപ്പാട്ടോ. ഇതിന് ലിങ്ക് വേണം ഞാൻ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ. നല്ലൊരു ടോപ്പാണ്. ഒരു 250 സംതിങ്ങിന് വെർത്തായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി. നമ്മൾ സെയിം ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ നമ്മളെപ്പോഴായാലും ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ട് വേണം നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മൾ ഫേസ് വാഷ് ഇട്ടാലൊന്നും നമ്മുടെ ലിപ്സ്റ്റിക്ക് പോവില്ല. നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാർണിയറിൻ്റെ മേക്കപ്പ് റിമൂവറൊക്കെ കിട്ടും, അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിലായാലും മതി, അത് വെച്ച് റബ്ബ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴായാലും ഉറങ്ങാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ലിപ്പിൽ ഡാർക്ക്നെസ് വരും. അങ്ങനൊരു പ്രശ്നം ലിപ്സ്റ്റിക്കിനുണ്ട്. എത്ര ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞാലും ലിപ്പിൽ നിന്ന് നമ്മുടെ ലിപ്സ്റ്റിക്ക് നൈറ്റ് നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ പ്ലമ്മിൻ്റെ ഒരു മേക്കപ്പ് റിമൂവർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാറ്. അത് ജസ്റ്റ് ഒന്ന് എടുക്കും, എന്നിട്ട് ലിപ്പിൽ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഒരു കളർ ഇളകി വരുന്നത്. എന്നിട്ട് വാഷ് ചെയ്ത് കളയും. അത്രയേ ഉള്ളൂ. കണ്ടോ ലിപ്സ്റ്റിക്ക് ഇളകി വരുന്നത്? നേരത്തെ കണ്ടപ്പോൾ എൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റെയിൻ എപ്പോഴും എൻ്റെ ലിപ്പിലുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ലിപ്സ്റ്റിക്ക് കൂടെ റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് റിമൂവിങ് അവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേക്കാം, കാണാത്തവരുണ്ടെങ്കിലും അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ ടോണറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പ്ലമ്മിൻ്റെ വൈറ്റമിൻ C+E ടോണറാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്യും. അതിനുശേഷം മോയ്സ്ചറൈസർ, ഇത്രയും സിറോം മോയ്സ്ചറൈസറും ഇടും. ഇത്രയേ ഉള്ളൂ. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഇവിടെ കംപ്ലീറ്റ് ആകും. പിന്നെ ഇന്ന് എൻ്റെ ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ ഓയിൽ, ഞാൻ ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇട്ടിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ആക്കുമ്പോൾ ലൈറ്റും കത്തും, നല്ലൊരു റിലാക്സേഷൻ കിട്ടും കേട്ടോ. നല്ല സ്മെല്ല് വരും ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ അത് ഓണാക്കി വെക്കാറുണ്ട് ഇപ്പം പറ്റുമ്പോഴൊക്കെ. എന്നിട്ട് ഞാൻ പോയിട്ട് നമുക്ക് യൂട്യൂബിൽ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യാണ്. കൂടെ തന്നെ ഞാൻ ആ ബുക്കും വായിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തീർക്കണം എന്നല്ല നിങ്ങളോട് പറഞ്ഞു, പക്ഷേ ഇതുവരെ അത് കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഞാൻ കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വായിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, അത് വായിച്ചിട്ടും തീരണില്ല. തുടങ്ങിയ അതിൽ തന്നെ നിൽക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇഷ്ടപ്പെടാം. ബുക്ക് വായിക്കുന്നുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. നല്ലൊരു റൊമാൻറ്റിക് നോവലാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യും, ബോറടിക്കുമ്പോൾ ഞാൻ വന്ന് ബുക്ക് വായിക്കും. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ള എൻ്റെ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അതേപോലെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ബെല്ലൈക്കനേക്ക് പൊട്ടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.